ലോകത്ത് ഈ ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെട്ട് നിൽക്കുന്നത് ഒറ്റ ശക്തിയിലാണ്. അതെ, തീർച്ചയായും. അണുബോംബ് എപ്പോൾ പ്രയോഗിക്കും എന്നുള്ളതാണ്. അതെ, അതെ, അതെ. അപ്പോൾ ഇനിയിപ്പോൾ പല ഘട്ടത്തിലും ഇത് പ്രയോഗിച്ചാലോ, ഇപ്പോൾ ഇറാൻ തന്നെ അല്ലെങ്കിൽ ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ആക്രമിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴും കൃത്യമല്ല. അതെ, അതെ. അവരൊക്കെ പറഞ്ഞിരുന്നത് ഇറാൻ ഭാവിയിൽ ഞങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, ഇറാൻ്റെ അടുത്ത് വലിയ മാരക വിപത്തുണ്ടാക്കുന്ന ആയുധങ്ങളുണ്ട്, ലോകത്തെ വലിയ ശക്തിയാവാൻ കൽപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സിമ്പിൾ കാരണത്താലാണ് ഇസ്രായേൽ വളരെ സിമ്പിളായിട്ട് പിന്നെ ഇറാൻ ആക്രമിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വലിയൊരു ശക്തിയായിട്ട് തന്നെ രാജ്യങ്ങൾ കാണുകയാണ്. ഈ അണുബോംബിൻ്റെ ഒരു തീവ്രത നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ എന്നുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും നല്ല ശക്തിയുള്ള നമ്മുടെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ്റെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ. അതെ. ഇതിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ഈ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തീവ്രത അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ബോംബ് വർഷിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള സകലമാന വസ്തുക്കൾ, ആ ബിൽഡിങ്ങുകളും മനുഷ്യന്മാരടക്കം നാമടക്കമുള്ള ആളുകൾ കത്തിച്ചാമ്പലാകും. നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിക്കും. അങ്ങനെയുള്ള അതിഭീകരമായ ഒരു കാര്യമാണ് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്.